എട്ടാമതായി, പറക്കുന്ന പാമ്പുകൾക്കും പച്ചിലക്കൊത്തിക്കും നിങ്ങളുടെ തലയിലൂടെയോ കണ്ണിലൂടെയോ തുളച്ചു കയറി രക്തം വലിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രചാരത്തെപ്പറ്റി സംസാരിക്കുന്നു. കോടമഞ്ഞും നിഗൂഢതയും നിറഞ്ഞ നനഞ്ഞ നിത്യഹരിത വനത്തിൽ കാണപ്പെടുന്ന ജീവികളാണിവ. തവളകൾ പച്ചപ്പ് നിറഞ്ഞ ഈ ഇലച്ചെടികളിലൂടെ സഞ്ചരിക്കുന്നു. അതിനെയാണവ പിന്തുടരുന്നത്. ഏകദേശം 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ ഇടതൂർന്ന പന്തലിലോ ഒരു ശാഖയിലോ പച്ചിലക്കൊത്തി പാമ്പിനെ കാണാം. ഈയൊരു അവസ്ഥയിലാണ് ഈ രണ്ടിനം പാമ്പുകളും മിക്കവാറും കാണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വസ്തുത പരിശോധിക്കാം. ഈ പാമ്പുകൾ ഇരിക്കുന്ന പന്തലിനോ മരക്കൊമ്പിനോ കീഴിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ അത് അവരുടെ ശരീരത്തോട് അടുത്തിരിക്കുന്ന ഏതു ഭാഗത്തെയും കടിക്കും. അതായത് വ്യക്തിയുടെ തല, മുഖം, വായ എന്നിവിടങ്ങളിൽ. ഇവ നേരിയ വിഷമുള്ള പാമ്പുകളാണെന്ന് ദയവായി ഓർക്കുക. അതിനാൽ ചില മാരകമായ പാമ്പുകളെപ്പോലെ മനുഷ്യർക്ക് അപകടകരമല്ല. ഈ ജീവികളുടെ രൂപവും ഈ മിഥ്യയെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. മൂർച്ചയുള്ള ഇടുങ്ങിയ മൂക്ക് അതിനെ തുളച്ചു കയറുവാൻ കഴിവുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്നു. തിരശ്ചീന കണ്ണിലുണ്ണിയും നേർക്കാഴ്ചയുമുള്ള വിചിത്രമായ രൂപം നൽകുന്ന ഒരേ ഒരു പാമ്പാണ് പച്ചിലക്കൊത്തി.